ഹലോ ഗൈസ്. ഹലോ 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 മതി. ഹലോ ഗൈസ്. ഉരുളി അല്ലല്ല ചെമ്പ് മതി മതി കഴിഞ്ഞു. ഉർലോവ് സീരീസിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസം കഴിയാറായി. വൈകുന്നേരം 7 മണിയായി. ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ വീട്ടിൽ റൂമിൽ കിടന്നുറങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ നിമിഷത്തിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്തൊരു ടർക്കിക്കാരുടെ ആണോ അത്? അവിടെ അറബിയൻ പാട്ടല്ലേ കേൾക്കുന്നേ? ഒരു എന്തായാലും തുർക്കിഷ് കഴിക്കാം. അവർക്കും അറബി പാട്ടൊക്കെ ഉണ്ടാവൂല്ലോ. ഒരു അറബിയാന്ന് തോന്നുന്നു. അറബിക്കാരുടെ ഒരു കടയുണ്ട് അവിടെ. അത്യാവശ്യം തുർക്കിഷ് അറബിക്കാരല്ലേ? ആരെങ്കിലും ഒക്കെ ആവട്ടെ, ഓക്കെ. അപ്പോൾ അവിടെ നമ്മുടെ അത്യാവശ്യം നാട്ടിലെ പോലത്തെ ഒരു മന്തിയൊക്കെ കിട്ടും. നാട്ടിലെ പോലത്തെ മന്തി, പിന്നെ ഷവർമയൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളുടെ മോണങ്ങിന്ന് ഒരു 10 സ്റ്റെപ്പ് നടണം. 10 ഒരു 20 സ്റ്റെപ്പ് നടന്നാൽ കാണുന്ന, എനിക്കിഷ്ടമല്ല, കാണുന്ന ടൗൺ ആണ്. എന്നാ നീ ചേച്ചീനും പോയി കണ്ടോളൂ. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു അൽഡി ഉണ്ട്, പിന്നെ അവിടെ റവയും ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ എല്ലാം അടുത്ത് തന്നെയാണ് ഗൈസ്. രണ്ടുമായി നോക്കിയോളൂ. ഞങ്ങള് കീൽ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ നിൽക്കുന്നത്. ഇത് ടൗൺ അല്ല, അതിൻ്റെ ഒരു ചെറിയ സൈഡായിട്ട് വരും ഇതില്. അതായത് ഈ പറയണ അവിടെ ഇല്ല, അതിലേക്ക് കൂടെ നേരെ പോയാൽ ഹൗട്ട്ബാനോഫിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഞങ്ങള് സീബ്ര ക്രോസിങ്ങിന്റെ അവിടെ. ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ടോ? അതറിയാൻ പാടില്ല. സിഗ്നലിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ റെഡ് ഗ്രീൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോവാം. ഇവിടെ അതെല്ലാം കറക്റ്റ് പക്കയായിട്ട് ആൾക്കാരിങ്ങനെ നോക്കി ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നല്ല ഫൈൻ വരും തോന്നും. അല്ലാണ്ട് എങ്ങനെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അവരിത് ഫോളോ ചെയ്യണേ? പിന്നെ ഓരോരുത്തർ ശീലിച്ച ശീലങ്ങളല്ലേ, കണ്ടുവന്ന ശീലം. ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളും അങ്ങനെ ശീലം പഠിക്കും. അപ്പൊ ഗൈസ് നമ്മള് കടയിലെത്തി. എന്താ ഇവിടെ സ്ഥലം? അവിടെ ഇരിക്കണോ? വെട്ടം. വെട്ടം. അപ്പൊ കഴിച്ച് ഞങ്ങള് ഹോട്ടലിലെത്തി. ഒരു മെനു കാർഡ് കൊണ്ടുതരും. അവർ മെനു കാർഡ് കൊണ്ടുതരും. അപ്പൊ ഞങ്ങളൊരു 10 മിനിറ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് നിറയ്ക്കും. അവസാനം കൊറേ ഞങ്ങൾ വരുമ്പോ എപ്പോഴും അതെടുത്ത് ഇങ്ങനെ 10 മിനിറ്റോളം ഇങ്ങനെ തിരിച്ചു നോക്കും. എടാ ചിക്കനുണ്ട്, അപ്പൊ മന്തിയുണ്ട്. ഗൈസ് മെനു കാർഡ് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇങ്ങനെ മറിക്കും. ഇതാ പഠനം തുടങ്ങിയിരിക്കുകയാണ്. അതടുത്തത്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തയാണോ അത് ഈ ബെഞ്ചിന് ഹൈറ്റ് കൂടിയതാണോ? അല്ല, നിനക്ക് ഹൈറ്റ് ഇല്ലാത്ത. എടാ നമുക്ക് ഗീസോ റൈസ് വാങ്ങിയാലോ? എടാ ഗീ റൈസാ കൊള്ളത്തുണ്ടാവില്ല. നീ എന്താ വാങ്ങുന്നേ? ഞങ്ങള് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയും. ഇന്നത്തെ ദിവസം ചുമ്മാ ഇരിക്കുവായിരുന്നു. വന്നിരിക്കുകയാണ്. ഇതാണ് ഷവർമ. ഇത് കണ്ടപ്പോ എനിക്ക് വിശക്കുന്നു. ഞങ്ങളുടെ ഷവർമ ആണ്. ഷവർമ അല്ല, ഇതാണ് മന്തി.
ഇതെന്താടാ നീ എന്തത് ഓർഡർ ചെയ്തേ? ഷവർമ. ഇതിന് എത്രയാടാ? 9 യൂറോയാണ്. ഇതാണ് ഹെൻഷൻ മന്തി. ഇതിന് എത്ര രൂപയാ? ഇതിന് 12 യൂറോ. 12 യൂറോ. ഇത് അശ്ന തന്നെ കഴിക്കും. ഞാൻ പിന്നെ അശ്നയും ശ്രുതിയും കൂടി കഴിക്കും. ഫോട്ടോഗ്രാഫർ ഓൺ വർക്ക്. അപ്പം ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ. വയറ് നിറഞ്ഞോ? വയറ് ഫുള്ളായി. പിന്നെ എന്തിനാ ചിക്കൻ എടുത്തോണ്ടിരിക്കുന്നത്? കളയാൻ തോന്നുന്നില്ല. അരയുവാണോ അതോ മടുത്തോ? എന്താ പറ. ഫുഡ് കഴിക്കുമ്പോ പോലും ഫോണില്ല. എടാ പറയുന്ന കേട്ടില്ലേ? ഇപ്പത്തെ പിള്ളേര് ഫുഡ് കഴിക്കുമ്പോ വരെ ഫോണില്ല. ഉണ്ടാവുന്നത് അനുസരിച്ച്. ഗുഡ് ബൈ. നമ്മൾ കൈ കഴുകാൻ പോവാണ്. ഇതിന്റെ കൈ കഴുകാൻ സ്ഥലം താഴെയാണ്. ഇല്ല, നിന്നോടൊക്കെ ഞാൻ എന്നെ ആര് ചെയ്തൊന്ന് പറഞ്ഞു തരാമോ? പാവല്ലേ, എന്നിട്ട് ക്രൂശിക്കുക. നിങ്ങൾ കാണണം ഗൈസ്. എന്താ പറഞ്ഞേ? എന്താണ് മുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് വേറൊരു മുഖമുണ്ട്, ക്രൂരമായ ഒരു മുഖം. അതെ, കുറച്ചുകൂടെ വരട്ടെ. 4 മാസമായിട്ട് ഞാൻ സഹിക്കുക. ഞങ്ങൾ 5 പേര് ആരാരെയാ സഹിക്കുന്നേന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേറണമായിരുന്നു. കേറിക്കോ. ഞങ്ങള് റവയിൽ ചുമ്മാ ഒന്ന് കയറിയതാണ്. അപ്പൊ നോക്കുതാ നമ്മുടെ ഇന്നലെ പിള്ളേരുടെ കൂടെ തേങ്ങ മിനിയാൻ തന്നാ പിള്ളേർക്ക് കോൺഫ്ലെക്സ് എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കയ്യില് കോൺഫ്ലെക്സ് 2 പാക്കറ്റ് ഉണ്ട്. അറിയാം, ഒറ്റ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 യൂറോ 1.99 ഒരു തേങ്ങയ്ക്ക്. നാട്ടിൽ ഒരു 180 രൂപ വരുമായിരിക്കും. 150. നീ ഒന്നും എടുക്കുന്നില്ല? കിട്ടാലോ. ഇതല്ലേ ഇതാ നല്ലത്? ഇതാണോ നല്ലത്? ഇത് വേണോ? ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇത് ആപ്പിളും മാംഗോ അല്ലേ? അത് മതി. ആഷ്ന കുപ്പിവെള്ളമൊക്കെ വാങ്ങിയല്ലോ. പിന്നെ അല്ല, അതെന്താ പൈപ്പിലെ വെള്ളം നീ കുടിക്കാറില്ല? പൈപ്പിലെ വെള്ളമായിരുന്നു കുടിച്ചോണ്ടിരുന്നേ. ഇപ്പൊ 2 പാക്കറ്റായി. മിനറൽ വാട്ടർ കുടിക്കുന്നു. ഹെൽത്ത് ഒക്കെ നോക്കാൻ തുടങ്ങി ഞാൻ. എപ്പോഴാ തുടങ്ങിയ ഇത് വാങ്ങാൻ? 2 വീക്സ്. ഇത് സോഡയാ.
ഓനെ സുസൈഡ് സ്പൂൺ കൊള്ളാൻ ചൗരിയ പക്ഷെ ഇതെന്താന്നറിയോ, ഇത് സ്റ്റില്ല, ഇത് മറ്റേ കട്ടിയുള്ള വെള്ളം. ഗൈസ് ഞാനൊന്ന് പറഞ്ഞില്ല, സെലക്ട് ചെയ്ത് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും പനിയായിരിക്കും. കാരണം ഇവക്ക് ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. എപ്പോഴും എനിക്ക് എങ്ങനെയൊക്കെ പനി തരണം എന്നൊക്കെയാണ് ശ്രുതിയുടെ ഒരു സമാധാനം. 2 weeks ആയിട്ട് ഏതാണ് കുപ്പിവെള്ളം എടുത്തോണ്ടിരുന്നത്? അത് അതിന്ന് ഏത് ബ്രാൻഡാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്? അതവിടെ ചെന്ന് നോക്കേണ്ടി വരും. 2 weeks. അടിച്ചിട്ട് കുപ്പി ഏതോ കുപ്പി എടുത്തോട്ട് 2 weeks പോലും ഇല്ല വണ്ടി കിട്ടും. തള്ളി മറക്കിയ. അവിടെ ബോട്ടിൽസ് കിടപ്പുണ്ട്, വേണേ വന്ന് നോക്കിക്കോ. പാന്റിന് കൊണ്ടോണം ഏതൊക്കെ കുപ്പി എടുത്തത് തപ്പണം. ഗൈസ്. ഈ വെള്ളത്തിന് പച്ചവെള്ളത്തിന്റെ ബോട്ടിൽസ് ആട്ടോ, തെറ്റിദ്ധരിക്കരുത്. ബോട്ടിക്ക് ഇതേറില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം എനിക്കറിയാം. അപ്പൊ അടുത്തൊരു ദിവസത്തെ വിശേഷമായിട്ട് വരാം. അതായിരിക്കും. ഓക്കെ, നാളത്തെ വിശേഷം നാളെ. അപ്പൊ ശരി ഗൈസ്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കെ. സബ്സ്ക്രൈബ് അല്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ആലോചന ശരിക്കും 25 വയസ്സ് തലച്ചോറില്ല. വയനാട് ഏതോ കാട്ടുമുക്കിൽ വീട്. മൂലങ്കാവിലാണ് വീട്. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ പരമാവധി അശ്വനെ ഇതിനകത്ത് വരുത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഞാനുള്ളത് കൊണ്ടാണ് അറബിഷ് അഫ്ഗാനിസ്ഥാൻ ആൾക്കാർക്ക് മുൻഗണന ഉണ്ടോ പറയപ്പെടുന്നത്. എന്തൊക്കെ അപവാദങ്ങളാണ് ഗൈസ് എന്നെ കുറിച്ച് പറയുന്നത്. അപവാദമായിട്ട് തോന്നും. അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾക്ക് അന്ന് പ്രൊപ്പോസൽ ഒന്നും വന്നില്ലേ. പിന്നെ എനിക്കാണല്ലോ പ്രൊപ്പോസൽസ് തന്നത്. പിന്നെ വന്നതാ ഒരു 55 വയസ്സുള്ള ഒരു ചേട്ടൻ കൂടി. എനിക്കറിയാൻ പാടില്ല. ജർമ്മൻ അറിയിക്കായിരുന്നു, നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. എന്താ പ്രശ്ന? 2 weeks ആയി കേട്ടോ ഗൈസ്, ഞങ്ങള് കുപ്പിവെള്ളമാണ് കുടിക്കാറ്. 2 weeks. പോയതാ.